ചോറും കറികളും ഒക്കെ ഉണ്ടാക്കാൻ നല്ല മടിയുള്ള ദിവസം കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും വേഗം അടുക്കളയിൽ കയറി ചെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബിരിയാണി ഇല, കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളിയും കുറച്ച് കാഷ്യൂനട്ടും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള, മീഡിയം സവാള മതി, അതിനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്കിട്ട് വഴറ്റി ബ്രൗൺ കളർ ആകുമ്പം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറുമ്പം ഒരു 3 മീഡിയം സൈസുള്ള തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റാം. അതിലെ വെള്ളമയം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള 1 കപ്പ് കൈമാ റൈസാണ്, അത് കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതിലെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. അരിയുടെ ലെവലിൽ നിന്ന് 1/2 ഇഞ്ച് ലെവലിൽ മേളിൽ നിൽക്കത്തക്ക രീതി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി തക്കാളി ചോറ് റെഡി കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് സലാഡും പപ്പടവും ഉണ്ടെങ്കിൽ കുശാലായി. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.